നമുക്കറിയാം ഇറാന്റെ കയറ്റുമതിയുടെ 90% ഖാർഗ് ദ്വീപ് എന്ന് പറയുന്ന അവരുടെ ദ്വീപിൽ നിന്നാണ്. ഈ ദ്വീപ് അവരുടെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ്. ഈ ദ്വീപ് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നിലവിൽ അമേരിക്ക നടത്തുന്നത്. അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് 50ലധികം യുദ്ധവിമാനങ്ങൾ കൂടി അയച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെതിരെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണത്തിന് സാധ്യതയുണ്ട്. ഹോർമൂസിന്റെ നിയന്ത്രണം നേടുന്നതിനോടൊപ്പം തന്നെ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിക്കാതെ 3 ദ്വീപുകൾ പിടിച്ചെടുത്താൽ ഹോർമൂസിന്റെ നിയന്ത്രണം നേടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഖാർഗ് ദ്വീപ് പിടിച്ചെടുത്താൽ ഇറാന്റെ എല്ലാ ക്രൂഡ് കയറ്റുമതിയും അതിൽ നിന്നുള്ള വരുമാനവും അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ തന്ത്രത്തെക്കുറിച്ച് ഇറാൻ ബോധവാന്മാരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിയൻ മണ്ണിൽ കാല് കുത്തിയാലും ഒരു അമേരിക്കക്കാരൻ പോലും ജീവനോടെ മടങ്ങി വരില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ഖാർഗ് ദ്വീപിലേക്ക് കടക്കാനായി അമേരിക്കയെ ഇറാൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തികം മുഴുവൻ അമേരിക്കയുടെ കാലിൽ അടിയറവ് വയ്ക്കുന്നത് പോലെയാണ്. എന്തായാലും ഇറാന്റെ ഊർജ്ജ മേഖലയുടെ ശക്തി കേന്ദ്രമായിട്ടാണ് ഖാർഗ് ദ്വീപിനെ കണക്കാക്കുന്നത്. ഖാർഗ് ദ്വീപിൽ ഇതുവരെ അമേരിക്ക 3 ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഖാർഗ് ദ്വീപിലെ എണ്ണപ്പാടം ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അമേരിക്ക വ്യോമാക്രമണം നടത്തി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.